ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 1660 സ്ക്വയർ ഫീറ്റിൽ ഇരുനിലയിലായി 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസ് വ്ലോഗ്സ്. ഈ മനോഹരമായ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം തവനൂരാണ് കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ലുക്ക് ആയാലും ഇന്റീരിയർ ആയാലും ഏതൊരു സാധാരണക്കാരന് ഒതുങ്ങുന്ന രീതിയിൽ എന്നാൽ ഒത്തിരി മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷനെ ഒത്തിരി മനോഹരമാക്കുന്ന തരത്തിൽ 2 വശത്തായിട്ട് 2 പില്ലേഴ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത തരത്തിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സിറ്റ് ഔട്ടിനുള്ളിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ ആ ഒരു വുഡൻ തീമും കൂടി വന്നപ്പോൾ എക്സ്റ്റീരിയർ ഒക്കെ കിടിലനായിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇതേ ഫ്രണ്ടിലായിട്ട് വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് മാർബിൾ ആണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് 330-150 സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ 2 വശത്തായിട്ട് കൊടുത്ത പില്ലേഴ്സിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ക്ലാഡ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോഴന്നെ ഈ ഭാഗത്തുള്ള പില്ലറിനോട് ചേർന്നതേ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. കൂടാതെ അതിന്റെ താഴ്ഭാഗത്തായിട്ട് വുഡിലാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടും ഇതേ എൽ ഷേപ്പിലായിട്ട് തന്നെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് ഇതേ 2 വുഡൻ ചെയേഴ്സ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ ബാക്ക് വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ ആ ഒരു വോളിൽ മൊത്തത്തിൽ ഇതുപോലെ വുഡൻ ആണ് കേട്ടോ വരുന്നത്. വുഡിലാണ് ആ ഒരു ഡോറും ആ ഭാഗത്തെ വോളും മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ പുറത്തുനിന്ന് തന്നെ നന്നായിട്ട് എടുത്തു കാണിക്കുന്നുണ്ടേ. ഇവിടെ സീലിംഗിലായിട്ട് ഇതേ ഇതുപോലെ LED ലൈറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ ലൈറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. ഡോറിലായിട്ട് ഇതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇനി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. 300-240 സൈസിൽ വരുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം എത്തുന്നത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇതുപോലെ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ലിവിംഗ് ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ എൽ ഷേപ്പിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫ സീറ്റർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലിവിംഗ് ഏരിയയിൽ ഷോവാളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു പില്ലേഴ്സിൽ കണ്ട ആ ഒരു സെയിം ക്ലാഡ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് ഈ കർട്ടൻസ്. ഇനി നമ്മളിത് ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ മൾട്ടി വുഡിൽ നല്ല ഭംഗിയിൽ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലായിട്ട് LED ലൈറ്റ്സും കൂടാതെ മുകളിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഫ്രെയിമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് ഇന്റീരിയർ ഡെക്കേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇതുപോലെ ബോക്സ് ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സീലിംഗിലായിട്ട് വൈറ്റ് ആൻഡ് വുഡ് തീമിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈനിങ്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ 2 ഹാങ്ങിങ് ലൈറ്റ്സും മറ്റു സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിതേ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ അവിടെ എൻട്രൻസിലായിട്ട് തന്നെ ഇതുപോലെ ഒരു ആർച്ച് ടൈപ്പിൽ വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീടിന്റെ മൊത്തത്തിലുള്ള കോൺട്രാക്ട് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് മോഡേൺ ബിൽഡേഴ്സ് അതളൂരാണ് കേട്ടോ. അപ്പൊ സ്ക്രീനിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തു. നമ്മൾ ഈ ഹോളിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയറും വാശേരിയും ഒക്കെ വരുന്നത്. 310-360 സൈസിൽ വരുന്ന നമ്മുടെ ഈ ഒരു ഹോളിലായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ അറേഞ്ച്മെന്റ്സ്. നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന വുഡിന്റെ 6 ചെയേഴ്സും ആണ് വരുന്നത്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. അതിലായിട്ടും റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്.
ഇനി നമുക്ക് ഇവിടുത്തെ വാശേരിയെ നോക്കാം. നമ്മുടെ സ്റ്റെയറിനോടൊക്കെ ചേർന്ന് നല്ല ഭംഗിയിലാണ് കേട്ടോ വാശേരിയും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്ക് വോളിലായിട്ട് ഒരു വശത്ത് വുഡൻ ലൂവേഴ്സ് ഡിസൈനും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും സർക്കിൾ മിററാണ് കേട്ടോ നടുക്ക് കൊടുത്തിട്ടുള്ളത്. കൂടാതെ വൈറ്റ് കളറിൽ വാഷ് ബേസും വരുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോളിലെ സീലിംഗിലെ ഡിസൈൻ നമ്മൾ കണ്ടില്ലല്ലോ. ഒത്തിരി ഭംഗിയായിട്ട് വൈറ്റ് ആൻഡ് വുഡ് തീമിൽ ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജിപ്സം ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാഷേരിയന്റെ ഭാഗത്താണ് കേട്ടോ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പൊ നമുക്കിനി അത് നോക്കാം. 300-334 സൈസിൽ അതിമനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് ഒക്കെ വന്നിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ ഇത്. സൈഡിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സൈഡ് ടേബിളും വരുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഭാഗത്തെ വോളിലായിട്ടാണ് കേട്ടോ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത്. ഒരു ഭാഗത്തായിട്ട് തന്നെ മിററും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ വിൻഡോസിലായാലും റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. നല്ലൊരു ഗ്രീൻ കളർ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗിലെ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ റൂമിനെ ഇത്രയും മനോഹരമാക്കുന്നത്. ഇതുപോലെ ജിപ്സം സീലിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും നടുക്ക് വരുന്ന ആ ഒരു ഡിസൈൻ ഒക്കെ അടിപൊളിയായിട്ടില്ലേ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 200-120 സൈസിൽ നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഒരു വശത്തായിട്ട് വാഷ് ബേസിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വോള് മൊത്തത്തിൽ ഇതുപോലെ ടൈലും വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ തിരിച്ച് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. നേരെ കാണുന്ന ഡോർ കിച്ചന്റേതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. 301-290 സൈസിൽ ഒരു കുഞ്ഞു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. എന്നാൽ അത്യാവശ്യം സൗകര്യം വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആ ഒരു റൂമിൽ കണ്ടില്ലേ, ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തെ വിൻഡോയിലായിട്ട് നോക്കുകയാണെങ്കിലും റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കർട്ടൻസ്. ആ ഒരു വോളിലായിട്ടാണ് കേട്ടോ AC വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതൊരു പ്രത്യേക ഭംഗിയില്ലേ കാണാന്. കൂടാതെ സൈഡിലായിട്ട് നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു കുഞ്ഞു സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ ഇനി സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും വൈറ്റ് ആൻഡ് വുഡ് തീമിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് വന്നിട്ട് 120-180 സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ടൈലൊക്കെ വിരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് സീലിംഗിലും ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ കിച്ചന്റെ ഡോറിന് മുകളിലായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കിച്ചൺ നോക്കല്ലേ. കിച്ചണിലേക്ക് വരുമ്പോൾ ഏകദേശം 545-306 സൈസിൽ നല്ല സൗകര്യത്തിൽ വരുന്ന വലിയൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫ്രിഡ്ജിന്റെ സെറ്റിംഗ്സ് വരുന്നുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നീളത്തിൽ ഇതുപോലെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് തന്നെയാണ് വരുന്നത്. താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴെ മാത്രമല്ല ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിലും അപ്പർ ക്യാബിൻസും കൂടാതെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വെന്റിലേഷന് വേണ്ടി ഒരു വിൻഡോ കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പിന്റെ സെറ്റിംഗ്സ് വരുന്നത് കേട്ടോ. താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ചിമ്മിണിയും വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ സിങ്കിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു റാക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് തന്നെയാണ് ഗ്യാസ് സ്റ്റൗവിന്റെ സ്പേസും വന്നിട്ടുള്ളത്. ഈ റാക്കിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിലും ഗ്രാനൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു സിങ്ക് ആണ് കേട്ടോ വരുന്നത്. ഇനി അതിന് മുകളിലായിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് തന്നെ പാത്ര സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു ക്ലോക്ക് കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഫോൾഡബിൾ ആയിട്ടുള്ള ടേബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കി വെക്കാനും പറ്റും. ഇവിടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ. കൂടാതെ ഇവിടെ സ്റ്റോർ റൂമും വരുന്നുണ്ട്. അതിന് മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. 180-124 സൈസിലാണ് കേട്ടോ ഈ സ്റ്റോർ റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഈ കിച്ചണിൽ നിന്ന് ഇവര് പുറത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒരു കിച്ചൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സിങ്ക് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ മൊത്തത്തിൽ ഇതുപോലെ നെറ്റ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല വെന്റിലേഷനും നമുക്ക് ഒഴിവ് സമയത്ത് വന്നിരിക്കാനൊക്കെ പറ്റിയ രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നീളത്തിൽ നല്ല രീതിക്ക് തന്നെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഇതേ തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. അതിനായിട്ട് സ്റ്റെയറിലായിട്ട് ആ ഫ്ലോറിൽ കൊടുത്ത സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ വരുന്നത്. ഹാൻഡ് റെയിൽ GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ തീമിൽ പെയിന്റിംഗ് കൊടുത്തതാണ്. നമ്മളിതേ മുകളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ സ്റ്റെയർ ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മളിതേ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബണേറ്റ് ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. കൂടാതെ ഏകദേശം 310-360 സൈസിലാണ് കേട്ടോ നമ്മുടെ അപ്പർ ഹോൾ വരുന്നത്. പിന്നെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം കോൺടാക്ടർ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാനൊന്നും മറക്കണ്ട കേട്ടോ. ഇവിടെ ഹോളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിൻഡോസിലൊക്കെ ആയിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അയൺ ടേബിളും കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തന്നെ ഹോളിലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. 123-180 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. താഴെ കണ്ട സെയിം രീതിക്ക് തന്നെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു മിററും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഹോളിലായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ മുകളിലായിട്ടും 2 ബെഡ്റൂം വരുന്നുണ്ട്. ഈ 2 വശത്തായിട്ടാണ് കേട്ടോ ബെഡ്റൂംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഹോളിലെ സീലിംഗിലായിട്ട് ഇതുപോലെ LED ലൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഇനിയിപ്പോ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ 300-334 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ട ഒരു സെയിം ഡിസൈനിലുള്ള കോട്ടൻ ആണ് കേട്ടോ. ഈ ഭാഗത്ത് വിൻഡോസിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വുഡൻ വൈറ്റ് തീമിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇനി 4ാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കുന്നത്. 301-290 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം. ഇവിടെയും ആ ഒരു സെയിം കോട്ടൻ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിന് ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വിൻഡോ വരുന്നുണ്ട്. അതിലും റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഡബിൾ ഡോർ വരുന്ന വുഡൻ വൈറ്റ് തീമിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് തന്നെ ഒരു സ്റ്റോറേജും മുകളിലായിട്ട് ഇതുപോലെ ഒരു റാക്കും വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ അവസാനമായിട്ട് നമ്മുടെ ബാൽക്കണി ആണ് കേട്ടോ നോക്കുന്നത്. 210-125 സൈസിലാണ് ഈ ബാൽക്കണി വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ C ടൈപ്പിലാണ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിറ്റിംഗ് ഏരിയയിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ തന്നെയാണ് കേട്ടോ. 2 വശത്തായിട്ട് 2 പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ആ ഒരു ക്ലാർ ടൈൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് റൂഫിംഗ് പാനലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ LED ലൈറ്റ്സും മറ്റു ഡിസൈനിങ്ങും ഒക്കെ വന്നിട്ട് നമ്മുടെ ബാൽക്കണി കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൂടാതെ ഇവിടെ ഈ ബാക്കി ഭാഗമൊക്കെ ഇതുപോലെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.